ഗ്രിഡാണ്. ഗ്രിഡ് ലേഔട്ടിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് സെറ്റപ്പ് നടത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്രിഡ് കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് 9 ഐറ്റംസ് ഉണ്ട്. 9 ഐറ്റം ഓരോത്തിനും ഞാൻ ഓരോ കളർ കൊടുത്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ ഗ്രിഡിന്റെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ ഗ്രിഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. കാരണം ഇത് ഫുൾ ഇങ്ങനെ തന്നെ കിടക്കാണ്. ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ട് ഓരോന്നും. കാരണം നമ്മൾ റോസ് ഗ്രിഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഇത് ഇവിടെ എക്സ്റ്റൻഡ് ഗ്രിഡ് ലൈൻസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഗ്രിഡിന്റെ ലൈൻസ് ആണ്. ഇത് ഫസ്റ്റ് ഗ്രിഡ് ലൈൻ, ഇത് സെക്കൻഡ് ഗ്രിഡ് ലൈൻ. ഒറ്റ കോളത്തിൽ 9 എണ്ണം നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇനി എത്ര കോളം വേണം, എത്ര റോ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. തൽക്കാലം 9 എണ്ണം ആയതുകൊണ്ട് ഞാൻ 1FR 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 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഗ്രിഡ് ടെംപ്ലേറ്റ് റോസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ റോസിൽ നമ്മൾ ഹൈറ്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 200 പിക്സൽ 200 പിക്സൽ 200 പിക്സൽ 200 പിക്സൽ 200 ഇച്ചിരി കൂടിപ്പോയി. സോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് 20 പിക്സൽ ആക്കാം. മൂന്ന് റോയിലും 3 കോളവുമായിട്ട് നമ്മുടെ ഗ്രിഡിൽ ഡേറ്റ അറേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയാണ് ഗ്രിഡ് ടെംപ്ലേറ്റ് റോസും ഗ്രിഡ് ടെംപ്ലേറ്റ് റോസും കോളവും റോവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഗ്രിഡ് ഐറ്റം എന്ന് വെച്ചാൽ ഓരോ എല്ലാ ഐറ്റത്തിനും ഞാനൊരു വിഡ്ത്ത് കൊടുക്കുകയാണ്. ഇവിടെ വിഡ്ത്ത് 20 പിക്സൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം എല്ലാത്തിൻ്റെ ഇപ്പുറത്തും സ്പേസ് വന്നു. നമ്മൾ ഒരു ഐറ്റം 20 പിക്സലേ ഉള്ളൂ. പക്ഷെ ഗ്രിഡ് ലൈൻസ് കണ്ടു. ഗ്രിഡ് ലൈൻസ് ഇവിടെ വരുന്നത് ഫസ്റ്റ് പിക്സൽ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. അങ്ങനെ ആ 4 ലൈനും നകത്ത് ഒരു കുഞ്ഞു സ്പേസ് മാത്രമേ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ ഗ്രിഡ് ലൈൻസ്. ഇനി ആ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഗ്രിഡ് കണ്ടെയ്നർ ആണ്. ബ്ലൂ കളർ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റിനകത്ത് ഓരോന്നിനെയും നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. സ്പേസ് അറൗണ്ട് കോളത്തിൻ്റെത് 1FR കിടക്കുന്നതുകൊണ്ടുകൂടെയാണ് നമ്മൾക്കത് മനസ്സിലാവാത്തത്. കാരണം നമുക്ക് ഗ്രിഡ് ലൈൻസിനകത്ത് സ്പേസ് ഇല്ല. കോളം 10 പിക്സൽ ഇതിലത്തെ വിട്ട് നമുക്ക് എടുത്ത് കളയാം. കോളത്തിന് വിട്ട് മാറ്റി. അപ്പം ഏകദേശം ഇപ്പോൾ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇപ്പൊ വന്നിരിക്കുന്നതാണ് സ്പേസ് അറൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് അതിന് ചുറ്റും അറൗണ്ട് സ്പേസ് ഈവൻറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ഫ്ലെക്സ് ബോക്സിൽ പഠിച്ച അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു 1ന്റെ ഫ്രണ്ടിലെ സ്പേസും ബാക്കിലെ സ്പേസും സെയിം തന്നെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇതിന് ഡബിൾ സ്പേസിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ 1ന് ഇവൻച്വലി ആ 1ന് ചുറ്റുമുള്ള സ്പേസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവും. അതാണ് സ്പേസ് അറൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പേസ് ഈവൻലി ഉണ്ട്. സ്പേസ് ഈവൻലി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സ്പേസും ഈ എൻറ്റയർ ഗ്രിഡിന് ചുറ്റുമുള്ള സ്പേസ് അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നതാണ് സ്പേസ് ഈവൻലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് സ്പേസ് ബിറ്റ്വീൻ. സ്പേസ് ഈവൻലി ഇപ്പോഴാണ് റിഫ്ലക്റ്റ് ആയത്.
സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ചുറ്റി ഇതിന് രണ്ട് 1ഉം 3ഉം 6ഉം 9ഉം എല്ലാം എൻഡിലേക്കും ഇത് ഈ ഒരു കോളം സ്റ്റാർട്ടിലേക്കും പോയി. ഈ രണ്ടും ഇതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള സ്പേസ് ഈവൻ ഡിസ്ട്രിബ്യൂട്ട് ആയി വരും. അതാണ് സ്പേസ് ബിറ്റ്വീൻ ഉള്ളത്. രണ്ടാമത്തത് ഇനി അടുത്തത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കണ്ടന്റും സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് വരും. CSS അപ്ഡേറ്റ് ആകാൻ അല്പം സമയം എടുക്കുന്നുണ്ട്. ഇതെല്ലാം സ്റ്റാർട്ടിലേക്ക് വരും. ഇനിയുള്ളത് എൻഡ്. എൻഡ് ആകുമ്പോൾ ഇത് ഇങ്ങോട്ട് നീങ്ങുകയാണ് വേണ്ടത്. ഇത് എൻഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡെന്നാണ് പറയുന്നത്. അത്രയായി കഴിഞ്ഞപ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് ടോപ്പിക്ക് നമ്മളിവിടെ കവർ ചെയ്തു. ജസ്റ്റിഫൈ കണ്ടന്റ് എന്നുള്ളത് തൽക്കാലത്തേക്ക് കമന്റ് ഔട്ട് ചെയ്യാണ്. നമുക്കറിയാം ടെംപ്ലേറ്റ് റോ 1 2 3 4 പിന്നെ ദിസ് ഈസ് ബാക്ക് ടു 1FR 1FR 1FR. അങ്ങനെ 1FR 1FR എഴുതുന്നതിന് പകരം നമുക്ക് റിപ്പീറ്റ് 1FR 3 എന്ന് എഴുതാൻ പറ്റും. What happened? സോറി, റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യം എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം, ഫോളോഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പം 1FR എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫ്രാക്ഷണൽ യൂണിറ്റ് ആണ്. ഇത് ഈക്വലി ഡിവൈഡ് ചെയ്ത് എത്രയാണോ കണ്ടന്റ് വരുന്നത് അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തോന്ന് നമ്മൾ പറയുന്നതാണ് 1FR എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഗ്രിഡ് ഐറ്റത്തിലോട്ട് വരികയാണ്. ഇനി ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന റോ എനിക്ക് 2 കോളം വിട്ട് വരണം. അതായത് 1 എന്ന് പറയുന്നത് 1ന്റെയും 2ന്റെയും സ്പേസ് ഓക്യുപ്പൈ ചെയ്യണം. 2 എന്ന് പറയുന്നത് 3യുടെ പൊസിഷനിലേക്ക് പോകണം. 3 താഴോട്ട് വരികയും വേണം. 3 താഴോട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഗ്രിഡ് കോളം. ഗ്രിഡ് കോളം 1 ഫസ്റ്റ് റോ മുതലെടുത്ത് ഫസ്റ്റ് ഗ്രിഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് 2 റോ സ്പാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. /span 2 കോളം. അതായത് ഇത് ഫസ്റ്റ് ഗ്രിഡ് ലൈൻ ആണ്. ഫസ്റ്റ് ഗ്രിഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് 2 കോളം കമ്പൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഫസ്റ്റ് ഗ്രിഡ് അങ്ങനെ വന്നു, സെക്കൻഡ് ഗ്രിഡ് ഇവിടെ വന്നു, തേർഡ് ഗ്രിഡ് താഴേക്ക് വന്നു, നമ്മുടെ ഈ 9th ഗ്രിഡ് അതിന്റെ പൊസിഷൻ മാറി താഴേക്ക് വന്ന ഒരു റോവും കൂടെ ആഡ് ആയിട്ടുണ്ട് അവിടെ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഗ്രിഡ് കോളം ഈ സെക്കൻഡ് വണ്ണിനെ നമുക്ക് ഗ്രിഡ് കോളം 3ലോട്ട് കൊണ്ടുവരണം. ഗ്രിഡ് കോളം 3 എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഗ്രിഡ് കോളം 3യിൽ കിടക്കുന്ന. ഇപ്പം ഗ്രിഡ് കോളം 3 ഇതിപ്പം 1 2 3 ഇത്
ഗ്രിഡ് കോളം 3 ആണ്. ഗ്രിഡ് കോളം 3യിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ കോളം എന്ന് പറയുന്നത് നമുക്ക് 3 സ്പാൻ 5ഉം 8ഉം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3യില് റോ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഗ്രിഡ് കോളം എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. അത് ഗ്രിഡ് കോളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ സ്പാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോ ആണ്. അപ്പോൾ റോ എന്ന് പറയുന്നത് ഇവിടുത്തെ റോ നമ്പർ ഏതാണ്? 1 2 1 2 3 4. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ല് റോ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന് 2 കോളം കൂടെ സ്പാൻ ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം ഈ കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് റോയില് സ്റ്റാർട്ട് ചെയ്യാം. സ്പാൻ ചെയ്യുന്നത് 2 റോ. ഹൈഫൺ കോളം എന്ന് പറയുന്നത് നമ്മൾ 3 കൊടുക്കണം. 3 കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് അത് 1 എടുക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പൊ 2 എന്നുള്ളത് 2 കോളം സ്പാൻ ചെയ്തെടുത്തു. നമ്മൾ നേരത്തെ 3 എന്ന് പറയുന്ന സംഭവം നമ്മൾ കമന്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധനം ഇവിടെ ഫേസ്റ്റിൽ വരും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഗ്രിഡ് കോളം 1 ആയിട്ട് എടുത്തു. 1 സ്പാൻ 2 കോളംസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ഡിസ്റ്റർബ് ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാല് ഈ ഫസ്റ്റിന്റെ അകത്ത് നമ്മൾ റോ എന്ന് പറയുന്നത് ഗ്രിഡ് ഹൈഫൺ റോ എന്ന് പറയുന്നത് ഞാൻ ഈ ഫസ്റ്റിന്റെ പ്ലേസിലോട്ട് തേർഡിന്റെ പ്ലേസിലോട്ട് ഫസ്റ്റും വന്നാൽ എങ്ങനെയായിരിക്കും നമുക്ക് അങ്ങനെ നോക്കാം. ഗ്രിഡ് റോ എന്ന് പറയുന്നത് ഞാൻ 2 എന്ന് കൊടുത്തു. എന്നിട്ട് ഗ്രിഡ് കോളം എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൽ സ്റ്റാർട്ട് ചെയ്ത് തേർഡ് റോയിൽ അവസാനിച്ചു. ഇതെന്ന് പറയുന്നത് ഗ്രിഡ് കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് 2 എന്ന് കൊടുത്തു. ഇതിവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ 3യും 2വും തമ്മിൽ അപ്ഡേറ്റ് ആയി. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് കോളം സ്റ്റാർട്ട് എന്ന് പറയുന്നത് 1, അതായത് ഈ 1 കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 1ഉം കോളം സ്റ്റാർട്ട് എൻഡ് ചെയ്യുന്നത് ഈ 2ലും. ഈ 1നും ഈ 2നും ഇടയ്ക്കും ഈ റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ 1നും 2നും ഇടയ്ക്ക് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ റോ നമ്പർ 2 റോ നമ്പർ 3 ഇതിലോട്ടാണ് നമ്മുടെ 1 വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ 5ഉം 9ഉം 8ഉം തമ്മിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ സെക്കൻഡ് എന്നുള്ള സംഭവം മിഡിലിൽ വന്നിട്ട് 4ഉം 5ഉം ഇങ്ങോട്ട് മാറുന്ന രീതിയിൽ നോക്കാം. അപ്പൊ സെക്കൻഡിൽ നമുക്ക് 1 സ്പാൻ റോയിലേക്കകത്ത് ഫസ്റ്റ് 1 സ്പാൻ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റോ സ്പാൻ 2. ഇവിടെ 2ല് നമ്മൾ റോ എന്ന് പറയുന്ന സംഭവം നമ്മൾ മാറ്റി കൊടുക്കണം. കോളം എന്നുള്ളത് ഞാൻ 2 ആക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. കോളം നമ്പർ 3 എന്നുള്ളത് ഞാൻ കോളം നമ്പർ 2 ആക്കി. ഇൻസ്പെക്ട് ഫയൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ
എരിയാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഗ്രിഡ് കോളം, ഇതെന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത് 2/3. ഐറ്റം ഗ്രിഡ് കോളം 2 സെക്കൻഡ് കോളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ തന്നെയാണ്. ഫസ്റ്റ് റോ സ്പാൻസ് 2 അങ്ങനെ കൊടുത്തു. അതാണ് ഗ്രിഡ് കോളം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ശരിക്കും ഗ്രിഡ് കോളം എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ഇതുണ്ട്. ഗ്രിഡ് കോളം സ്റ്റാർട്ട്, ഗ്രിഡ് കോളം എൻഡ് എന്ന് പറഞ്ഞിട്ട് വേറെ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 2 പ്രോപ്പർട്ടീസിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് ഈ ഗ്രിഡ് കോളം. ഗ്രിഡ് റോ സ്റ്റാർട്ട്, ഗ്രിഡ് റോ എൻഡിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് ഗ്രിഡ് റോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതൊന്നുമല്ല, നമ്മൾ ഗ്രിഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഇത്രയും എഴുത്ത സംഭവങ്ങളെല്ലാം ഞാനിനി ബാക്ക് ടു നോർമൽ ആയി. ഇനി നമ്മൾ ഈ ഗ്രിഡ് ടെംപ്ലേറ്റ് റോസും ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസും ഞാൻ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബാക്ക് ടു ഗ്രിഡ് അപ്ലൈ ചെയ്തെന്നുള്ളത് വരുന്നില്ല, പകരം ഗ്രിഡ് ഏരിയ കൊടുക്കുകയാണ്. ഈ ഗ്രിഡ് ഏരിയ എന്ന് പറയുന്നത് ഗ്രിഡ് ഏരിയ എന്ന് പറയുന്നത് ഈ റോ സ്റ്റാർട്ടർ, റോ എൻഡിലെ എല്ലാത്തിനെയും കൂടെ അടുത്തത് ഗ്രിഡ് ഏരിയ അല്ല, ഗ്രിഡ് ടെംപ്ലേറ്റ് ഏരിയാസ്. ഗ്രിഡ് ടെംപ്ലേറ്റ്സ് ഏരിയാസിനകത്ത് നമുക്കിപ്പോൾ ഉള്ളത് 9 കോളമാണ്. ഹെഡർ 3 കോളം, ഹെഡർ 9 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മെയിൻ വന്നു. താഴെ വന്നിട്ട് ഈ മെനു എന്ന് പറയുന്ന സംഭവം 2 കോളം, മെയിൻ, ലിസ്റ്റ് പറഞ്ഞു കൊടുത്തു. ഇതുവരെ നമുക്ക് 1, 2, 4 ആയിട്ട്, ബാക്കിയുള്ളത് ലിസ്റ്റ്,
നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ വ്യത്യാസം വരുന്നില്ല. ഐറ്റം 1 എന്ന് പറയുന്നത് ഗ്രിഡ് ഏരിയ, ടൈപ്പ് ഏരിയ എന്ന് പറയുന്നത് ഹെഡറായിട്ട് കൊടുത്തു. അതിനുശേഷം താഴെ വന്നിട്ട് ഐറ്റം 2 എന്ന് പറയുന്നത് ഗ്രിഡ് ഏരിയ മെനു എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഐറ്റം 3 എന്ന് പറയുന്നത് ഗ്രിഡ് ഏരിയ മെയിൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ ഗ്രിഡ് ഏരിയ എന്ന് പറയുന്നത് ഹെഡറിനകത്ത് ഇൻവേർട്സ് അല്ല കൊടുക്കേണ്ടത്, അല്ലാതെ വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ് ആദ്യം അത് റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പം ഞാനിവിടെ ഹെഡറിന് കൊടുത്തപ്പം ഹെഡറിനുള്ളത് ഫസ്റ്റായി, മെനു എന്നുള്ളത് സെക്കൻഡ് കോളമായി, ഈ മെയിൻ എന്നുള്ളത് തേർഡ് കോളം ആകാൻ പോവാണ്. മെയിൻ ഉള്ളത് തേർഡ് അല്ല, ഞാൻ തേർഡ് കോളം എന്നുള്ളത് മാറ്റി ഫോർത്ത് കോളം ഞാൻ മെയിൻ കൊടുക്കുകയാണ്. ഫോർത്ത് കോളം മെയിൻ വന്നു. റെസ്റ്റ് 1 പോയി. സോറി, വിത്തൗട്ട് ഇൻവേർട്സ് റെസ്റ്റ് 1 പോയി. അങ്ങനെ ഇത് വെച്ച് ഞാനിപ്പം 9 ഡിഫൈൻ ചെയ്തിട്ടില്ല, 5 ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രിഡ് ടെംപ്ലേറ്റ് ഏരിയാസ് വെച്ചിട്ട് നമ്മൾക്ക് ബാക്കിയുള്ളതെല്ലാം ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗ്രിഡ് ലേഔട്ട് എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഡൗട്ട്സോ കമൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക.